ഉണ്ട്. മലയാളത്തിലെ നന്നായിട്ട് വായിക്കുന്ന പുസ്തകങ്ങളുടെ വായനയും വളരെ വൈഡായിട്ടുള്ള മനുഷ്യർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അതുകൊണ്ടല്ലോ 2 പണിയുണ്ട്. ഇതെല്ലാം കൂടി ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വിതരണം നടത്തുന്ന, പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ ഗുരുവൊക്കെ പല പുസ്തകങ്ങളും ഫെൻഹിൽ ലൈബ്രറിയിൽ ഇരിക്കുന്ന പല പുസ്തകങ്ങളും തിരുവനന്തപുരത്തെ മോഡേൺ ബുക്സ് വഴി വന്നിട്ടുള്ള പുസ്തകങ്ങളാണ്. അത് എഴുതുന്ന അദ്ദേഹത്തിൻ്റെ കോളമുണ്ട്, എഴുതുന്ന പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ എഴുതുന്ന കോളമുണ്ട്. ഇന്ന് ഏറ്റവും നന്നായിട്ട് മനുഷ്യരെ അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് വളരെ തെളിച്ചത്തോടെ പറയിപ്പിച്ചെടുക്കുന്ന ഒരു അഭിമുഖ നടത്തുന്നൊരു വ്യക്തി എന്ന നിലയിലും, പിന്നെ അതിനേക്കാളൊക്കെ ഉപരി കഴിയുന്നത്ര വെടുപ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുണ്ട്, കഴിയുന്നത്ര തൻ്റെ ശരികൾ കൃത്യമായിട്ട് പറയുകയും ഒന്നിനും ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കാനുള്ള ഒറ്റ കാരണം അതാണ്. ഇപ്പം നമ്മൾ തൊടുന്നത്, ഒരു മനുഷ്യൻ നമ്മളെ തൊടുന്നത് വിവരമുള്ളത് കൊണ്ട് ഒരാളും എന്നെ തൊട്ടിട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി ജനാധിപത്യ ബോധമുള്ള, പൗരബോധമുള്ള ഒരു മനുഷ്യനായിട്ട്, ഒരു മനുഷ്യനായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന, ജീവിക്കുന്നു എന്നും ഞാൻ പറയുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നല്ല എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് സുധീറേട്ടൻ. അപ്പോൾ അദ്ദേഹത്തെ വായനയെക്കുറിച്ചാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയാം. വായനയെക്കുറിച്ച് പറയുമ്പം ഒരു വലിയ വായനക്കാരൻ്റെ പേര്, യതിയുടെ പേരൂടെ പറഞ്ഞു, അദ്ദേഹമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞു. വായനയെ പുസ്തക ഭ്രാന്ത് എന്ന് വിശേഷിപ്പിച്ച ആളാണ് യതി പുസ്തക ഭ്രാന്ത് എന്ന് പറയുന്നത് പൊതുവെ ലോകത്തറിയപ്പെടുന്നത് ഒരു ജെൻറ്റിൽ മാഡ്നസ് എന്നാണ്. വായനയെക്കുറിച്ച് പറയുന്നത് ജെൻറ്റിൽ മാഡ്നസ് എന്നാണ്. അത്തരത്തിലുള്ളൊരു ഭ്രാന്തുള്ള കുറേ മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഒരുപക്ഷെ വായിക്കാത്തവരിവിടെ ഉണ്ടാവാം, പക്ഷേ വായനയോട് വിരോധമുള്ളവരുണ്ടാവാൻ സാധ്യതയില്ല. പൊതുവേ വായനയോട് വിരോധമുള്ളവർ അധികാരികൾ മാത്രമാണ്. ലോകത്തെല്ലായിടത്തും പുസ്തകവും വായനയും തുടങ്ങിയ കാലം തൊട്ട് അതുണ്ട്. അത് പൗരോഹിത്യമാവാം, ഡിക്റ്റേറ്റേഴ്സ് ആവാം, ഈവൻ ജനാധിപത്യത്തിലെ ഭരണാധികാരികളാവാം. അധികാരമുള്ളവർക്ക് മാത്രമേ വായനയോടൊരു എതിർപ്പുള്ളൂ. ബാക്കി എല്ലാവർക്കും വായന എന്ന് പറയുന്നത് വായിച്ചില്ലെങ്കിലും അതൊരു നല്ല കാര്യമാണെന്ന് തോന്നലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ വായന പലതരത്തിലുള്ള ഭ്രാന്ത് പലർക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ഭ്രാന്തനാണ് യതി. അദ്ദേഹം തന്നെ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഹവായ് സർവകലാശാലയിലും സിഡ്നി യൂണിവേഴ്സിറ്റിയിലെയും പുസ്തകങ്ങൾ മോഷ്ടിച്ച ആളാണ് നിത്യയതി. അദ്ദേഹം തന്നെ ഏറ്റു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരെണ്ണമേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം എപ്പോഴെങ്കിലും തന്നെ കാണുമ്പോൾ താനൊരു മോഷ്ടാവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിക്കിക്കൊണ്ട് പറയും ഇല്ല എന്ന്. കാരണം ഉറപ്പില്ല, ഒരെണ്ണം കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. പുസ്തകവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കുറ്റങ്ങൾ കുറ്റകരമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പൊതുവെ ഈ പുസ്തകഭ്രാന്തന്മാർ. അതൊരു സവിശേഷമായൊരു പ്രത്യേകതയാണ് മനുഷ്യൻ്റെ എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് അങ്ങനെ ഒരു ബോധമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരാണ് മനുഷ്യൻ? ഒരുപക്ഷെ ഷൗക്കത്തൊക്കെ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കും ആരാണ് മനുഷ്യൻ, ആരാണ് നമ്മൾ എന്ന് ചോദിക്കുമ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ അതിലൊന്നു മാത്രമായ സൂര്യൻ, അതിലനേകം ഗ്രഹങ്ങളുള്ള ഭൂമി, അതിലൊന്നായ ഭൂമി, അതിലെ അനേകായിരം ജീവിവർഗങ്ങളിൽ ഒന്നായ മനുഷ്യൻ. പക്ഷെ മനുഷ്യന് ഭയങ്കരമായ ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ സകലമാന പ്രപഞ്ചത്തിനെയും സൃഷ്ടാവ് തന്നെ പോലെയാണെന്ന് കരുതുകയും ദൈവത്തെ മനുഷ്യരൂപത്തിൽ സങ്കല്പിക്കുകയും ചെയ്തത്. മറ്റൊരു ജീവിക്കും അങ്ങനൊരു സങ്കല്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവസങ്കല്പമേ കാണില്ല. എന്തായാലും മറ്റേതെങ്കിലും ഇപ്പോൾ പാമ്പോ സിംഹമോ ഒക്കെ തന്നെ പോലെയാണ് ഈ ലോക സൃഷ്ടാവ് എന്ന് ചിന്തിക്കാൻ എന്തായാലും വഴിയില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ളൊരു തോന്നലുണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ മനുഷ്യനെ തോന്നിപ്പിച്ചതിൽ പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, പരിണാമത്തിൻ്റെ പടികളിൽ എവിടെയോ അവൻ്റെ തലച്ചോറിന് ചില സവിശേഷതകളുണ്ടെന്ന് അവൻ തിരിച്ചറിയുകയും അതിൻ്റെ ഒരു അഹന്ത പോലെ തനിക്ക് ചുറ്റുമുള്ളതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമാണ്. ഈ കഴിവ് അവനിൽ കൊണ്ടുവന്നെത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്
ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അവൻ്റെ സിദ്ധി എന്ന് പറയുന്നത്. ഭാഷ അറിവിനുള്ള ഉപകരണമാവുകയും ആ അറിവ് ലഭിക്കുകയും അത് സംരക്ഷിച്ചു വയ്ക്കുകയും അതിനെ സ്വാംശീകരിച്ച് തുടർച്ചയുണ്ടാക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രധാനിയായി നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ഈ നമ്മുടെ എല്ലാ സൗകര്യങ്ങളെയും നമുക്ക് വേണ്ടി പ്രപഞ്ചത്തെയും മറ്റു സംഗതികളെയും ആവാഹിച്ചെടുക്കാനുള്ള സിദ്ധിയുള്ള ഒരു ജീവിവർഗമായി മാറിയത്, സവിശേഷ ജീവിവർഗമായി മാറിയത്. ഈ അറിവിനെ സംരക്ഷിച്ചെടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതെന്ന് പറയുന്ന ഒരു ചിന്തയിലൂടെ വരുമ്പോഴാണ് വായന എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് മനുഷ്യൻ്റെക്ക് കടന്നു വന്നത് എന്ന ആലോചന നമുക്ക് വരുന്നത്. അതെങ്ങനെയായിരിക്കുമെന്ന് പറയുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ അത് പറയാൻ ഏറ്റവും എളുപ്പമായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു കഥയുണ്ട്. അത് ഒരു സാഹിത്യകൃതി തന്നെ, ബംഗാളിലെ താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യനികേതനം എന്ന് പറയുന്നൊരു നോവലുണ്ട്. ഒരു പക്ഷേ ചിലരെങ്കിലും അത് വായിച്ചു കാണും. ആ നോവല് ഒരു ആയുർവേദ മശായി കുടുംബത്തിൻ്റെ കഥയാണ്. ആ മശായി കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പാരമ്പര്യമായിട്ട് നാഡീ ചികിത്സകരാണ്. മനുഷ്യൻ്റെ നാഡി പിടിച്ചു നോക്കിയിട്ട് അവരിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന്, ആ രോഗങ്ങൾ ഏതെല്ലാം തരത്തിലാണ് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നതെന്നും അവരുടെ മരണം എപ്പോഴാണെന്നും ഒക്കെ അതുവരെ അറിയാനുള്ള സിദ്ധിയുള്ള വൈദ്യവംശമാണത്. ഈ നോവൽ അവരുടെ കഥയാണ്. ജീവൻ മശായി എന്ന് പറയുന്ന ഒരു നാഡീ ചികിത്സകൻ്റെ കഥയാണത്. ഈ ജീവൻ മശായി, അദ്ദേഹത്തിൻ്റെ പിതാവ് ജഗത് ബന്ധു മശായി, അദ്ദേഹവും നാഡീ ചികിത്സകനായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ പ്രായമൊക്കെ ആയി അദ്ദേഹത്തിൻ്റെ നാഡിയൊക്കെ പിടിച്ചു നോക്കി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ തനിക്ക് ജീവിക്കാൻ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും, ഇതുപോലൊരു, അത് ബംഗാളിൽ ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക്, ഗംഗാതീരത്ത് പോയി മരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് അവിടെയുള്ള മനുഷ്യർ കരുതുന്നുണ്ട്. അങ്ങനെ മകനോട് പറയുകയാണ്, മകൻ എനിക്ക് മരണം അടുത്തിരിക്കുന്നു, നമുക്കെനിക്ക് ഗംഗാതീരത്ത് പോയി കിടക്കാം, അവിടെ കിടന്ന് മരിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ജീവൻ മശായിയും അച്ഛൻ ജഗത് ബന്ധു മശായും കൂടി അവിടെ പോയി അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ മരണമുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ അച്ഛൻ മശായി മകനോട് ചോദിക്കുകയാണ്, മകനെ, ഇനി നിനക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന്. താരാശങ്കർ ബന്ദോപാധ്യായയുടെ നോവൽ, ആ ഒരു ചോദ്യത്തോടെ ഞാൻ ആ നോവലിനെ ഉപേക്ഷിക്കാം. പക്ഷേ ഒരു തലമുറയിലെ പിതാവ് തൻ്റെ മകനോട് മരണം മുന്നിൽ നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഇനി നിനക്കായിട്ട് ഞാൻ പറഞ്ഞു തരാനുണ്ടോ? എൻ്റെ ജീവിതം ഇതാ അവസാനിക്കാറായി. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതും അറിഞ്ഞതും സ്വാംശീകരിച്ചതുമായ എന്തെങ്കിലും അറിവ് അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടോ എന്ന് മനുഷ്യകുലത്തിലെ ഏതോ ഒരു തലമുറയിലെ മനുഷ്യർക്ക് തോന്നിയപ്പോഴായിരിക്കാം ഇങ്ങനെ ഒരു സിദ്ധി സംരക്ഷിച്ചു വെക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുണ്ടായത്. ആ തിരിച്ചറിവിൻ്റെ പിൻബലത്തിലായിരിക്കണം എഴുത്തും വായനയും എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് മനുഷ്യവംശം കടന്നിട്ടുണ്ടാവുക എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. തീർച്ചയായും അങ്ങനെ എന്തോ ഒരു സാധ്യത അന്വേഷിച്ച മനുഷ്യനിൽ നിന്നുണ്ടാകിയ ഒരു പ്രക്രിയയായിരിക്കണം വായന എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഗുരുനിത്യയെ പോലൊരാൾ വായിച്ചതിന് കണക്കില്ല, മനസ്സിലാക്കിയതിന് കണക്കില്ല, സ്വയം അറിഞ്ഞ തീർപ്പുണ്ടാക്കിയ അവബോധത്തിന് കണക്കില്ല. പക്ഷേ സ്വാഭാവികമായിട്ടുമുള്ള മനുഷ്യ ശരീരത്തിൻ്റെ പ്രക്രിയകളുടെ ഭാഗമായിട്ട് ഒരു നാൾ മരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ആ രോഗം അദ്ദേഹത്തെ അവശനാക്കുന്നതിന് മുമ്പ് വരെ ആ തലച്ചോറ് എന്തെല്ലാമാണ് പ്രക്രിയയിലൂടെ ഏർപ്പെട്ടത്, ആ തലച്ചോറ് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ള മനുഷ്യരോട് സംവദിച്ചത്, അന്ന് വരെയുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഈ മുന്നറിവുകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ മറ്റൊരറിവാക്കി തനിക്ക് ചുറ്റുള്ള മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്തതെന്ന് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്ന ഒരു നിമിഷത്തിൽ ആ മസ്തിഷ്കം നിശ്ചലമാവുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ്. ലോകത്തിന് പിന്നെ അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ 10-70 വർഷം കൊണ്ട് നേടിയെടുത്ത അറിവ്, അതിലൂടെ സാംശീകരിച്ച വിവേകം എല്ലാം ഒരു നിമിഷത്തിൽ ഇല്ലാതായി പോവുകയാണ്. ഇതിനെ എങ്ങനെ തിരിച്ചു പിടിക്കാം?
എന്നൊരു ചോദ്യം മനുഷ്യവംശത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു വലിയ വായനക്കാരൻ്റെ അവസാന കാലത്ത് ഞാനിത് ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന വലിയൊരു വായനക്കാരുണ്ടായിരുന്നു. യതിയുടെയൊക്കെ വളരെ അടുത്ത ആളായിരുന്നു. മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ വിപുലമായ വായനയും അറിവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റാതായി, കാഴ്ചയുടെ പ്രശ്നം കാരണം വായിക്കാൻ പറ്റാതായപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഞാൻ ഇതുപോലെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെക്കാൾ എൻ്റെ ഒരിരട്ടി പ്രായമുള്ളവരെ ഞാൻ സുഹൃത്തുക്കളാക്കാറുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഞായറാഴ്ചകളിൽ അദ്ദേഹം തിരുവനന്തപുരത്തും ഞാൻ കൊച്ചിയിലുമായി പോയി. അപ്പോൾ ഞായറാഴ്ചകൾ വല്ലപ്പോഴൊക്കെ പോയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഷയങ്ങളിലെ പുസ്തകങ്ങളുടെ ഒക്കെ വായിച്ചു കൊടുക്കുകയും കുറച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് വായിക്കുന്നത് കേൾക്കുന്നത് പോലും പ്രയാസമാവുന്നു, രോഗം വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ വരാന്തയിലിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയും. ആ വർത്തമാനം പറയുന്നതിലൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പി ജിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പി ജി ഒരുപാടൊന്നും എഴുതിയില്ല. അറിവും നേടിയതും അറിവ് പകർന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടായിരുന്നു. പി ജി ഒരുപാട് വായിച്ച ആളാണെന്നും ഒരുപാട് പഠിച്ച ആളാണെന്നും നമ്മളെപ്പോലുള്ളവർക്കറിയാം. പക്ഷേ പി ജിയുടെ എഴുത്തിലൂടെ അതൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പി ജി മരിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അത് ശരിയാണ്. അപ്പോൾ ഈ അറിഞ്ഞ അറിവും ഇതെല്ലാം നിശ്ചലമായി പോകും, അതില്ലാതായി പോകും. ലോകത്തിന് പിന്നെ അതിനെക്കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോകും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഇതേക്കുക? അപ്പോൾ നമ്മൾ ഈ ആരോഗ്യരംഗത്തിൻ്റെ കഥ ആദ്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഈ അറിവുമായി ബന്ധപ്പെട്ട വായനയുമായി ബന്ധപ്പെട്ടൊരു കഥയായിട്ട് അന്ന് അദ്ദേഹത്തോട് പറയുമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. ഒരുപക്ഷെ കാലം കഴിയുമ്പോൾ, സുധീറിൻ്റെ കാലത്തല്ല, സുധീറിൻ്റെ മകൻ്റെ കാലത്തല്ല, പക്ഷേ അതിൻ്റെ അടുത്ത കാലത്ത് മനുഷ്യൻ മരിച്ചു പോകുന്നതിന് മുന്നേ അവൻ്റെ മസ്തിഷ്കത്തിലുള്ള അറിവുകൾ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിച്ചു വയ്ക്കാൻ ശാസ്ത്രം വഴി കണ്ടെത്തും. അതിനേതെങ്കിലും രീതിയിൽ തുടർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞേക്കും എന്ന് നമ്മളിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ലോകത്തെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അടിസ്ഥാനപരമായി ലോകം രണ്ട് കാര്യങ്ങളിലാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചം. ഞാൻ നേരത്തെ പറഞ്ഞ അനേകായിരം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതൊക്കെ എങ്ങനെയുണ്ടായി, അതിൻ്റെ സൃഷ്ടിയുടെ ആവിർഭാവം എവിടെ തൊട്ടാണ്, എങ്ങനെയാണെന്നുള്ള അന്വേഷണം. അത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് അതിൻ്റെ വലിയ ഗവേഷണങ്ങളിൽ എങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ന്യൂറോ സയൻസാണ്. ഈ രണ്ട് ന്യൂറോ സയൻസ് അന്വേഷിക്കുന്നത് കോൺഷ്യസ്നെസ്, എങ്ങനെയാണ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നത്, അതിനെ എങ്ങനെ നിലനിർത്താം, അതിനെ എങ്ങനെ രൂപപ്പെടുത്താം എന്ന് പറയുന്ന അതിവിപുലമായ ഒരു അന്വേഷണം ന്യൂറോ സയൻസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ രണ്ട് ഗവേഷണങ്ങളാണ് ലോകത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ബ്രേക്ക് ത്രൂ വരാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്ന രണ്ട്. അങ്ങനെ ഒരു സാധ്യത വരുമ്പോഴേക്ക് തീർച്ചയായും ഈ മസ്തിഷ്കത്തിലെ അറിവിനെ മറ്റേതെങ്കിലും രീതിയിൽ കൊണ്ടുപോകാൻ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പം അതിനുള്ള സാധ്യതകൾ ഉയർന്നു വരാം, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ വായനയുടെ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഉത്ഭവത്തിൻ്റെ പിന്നണി കഥയായിട്ടിത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ വായിക്കുന്നത്, വായന ഈ പറഞ്ഞതുപോലെ വലിയ ഭ്രാന്തമായ വായനകൾ നടത്തിയ ഒരുപാട് വായനക്കാരുണ്ട്. അവരൊക്കെ ഇതുപോലെ തന്നെയാണ്. ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ലേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ യതിയൊക്കെ ഒരുപാട് ക്ലേശിച്ചിട്ടുണ്ടാവും. എനിക്കറിയുന്ന മറ്റൊരു വായനക്കാരനാണ് എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന സാഹിത്യ ഭാരബലമൊക്കെ എഴുതിയ വലിയ നിരൂപകൻ. അദ്ദേഹത്തിൻ്റെ വായന വളരെ വിപുലമായിരുന്നു. അദ്ദേഹം വായിക്കാൻ കഴിയാതെ അവശ നിലയിലായിരുന്നൊരു കാലത്ത് അദ്ദേഹത്തെ 10-25 കൊല്ലമായിട്ട് അടുത്ത് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു പ്രശ്നമുണ്ട്. ഞാൻ മരിക്കും, പക്ഷേ എൻ്റെ മരണശേഷം എത്രയോ നല്ല സാഹിത്യകൃതികൾ വരും. അപ്പോൾ ഇതൊന്നും വായിക്കാതെയായില്ലേ ഞാൻ എന്ന് പറയുന്ന ഒരു ആശങ്കയുണ്ട്. ഞാനൊരു വായനക്കാരൻ എന്താണ് അയാളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നത്, ആ പ്രോസസ്സ് എത്ര വിപുലമാണെന്ന് പറയാനാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ മരിക്കാറായി, വേറൊന്നുമില്ല, ഉറപ്പായ കാര്യമാണ് മരണം. അപ്പം മരണത്തിൻ്റെ മുന്നിൽ ഒരു വായനക്കാരൻ ആലോചിക്കുന്നത്, ഇത്രയും കിട്ടിയ കാലത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു, എനിക്ക് ശേഷം വരാമാവുന്ന നല്ല കൃതികൾ എങ്ങനെ എനിക്ക് വായിക്കാൻ കഴിയുന്ന ആശങ്കപ്പെടുന്നൊരു മനുഷ്യൻ. ഈ വായന എന്ന് പറയുന്ന ഒരു ആർത്തിയുടെ ഒരു വലിപ്പം, അല്ലെങ്കിൽ അത് തരുന്ന ഒരു സുഖത്തിൻ്റെ ആ ഒരു സവിശേഷത മനസ്സിലാക്കാൻ ഒരുപക്ഷെ അതിലൂടെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് വായന, ഈ നേരത്തെ പറഞ്ഞ പോലെ ജെൻറ്റിൽ മാഡ്നസ് എന്ന് പറയുന്ന ആ ഒരു സവിശേഷ പ്രക്രിയ മനുഷ്യൻ്റെ കൂടെ വന്നുപെട്ടത്. മറ്റൊരു ജീവിക്കും ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മളെക്കാൾ ഒരുപാട് ശക്തിയുള്ളവരൊക്കെ നമ്മളെക്കാൾ താഴെ ജീവിക്കേണ്ടി വരുന്നത്. നമ്മുടെ അധികാരത്തിൻ്റെ പുറത്താണ് അവരെല്ലാം ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിന് മനുഷ്യനെ സാധ്യതയൊരുക്കിയ ഒരു പ്രധാന സവിശേഷതയാണ്
ഈ ഭാഷയിലൂടെ അറിവ് സംഭരിച്ച് വെക്കുക, അറിവിനെ സ്വാംശീകരിച്ച് മറ്റൊന്നാക്കി വെക്കുക എന്നൊക്കെ. നമ്മളെല്ലാം ഇന്നിപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള സൗകര്യങ്ങളാണ് നമ്മളെല്ലാം ഇന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് പ്രാകൃതനായ മനുഷ്യൻ ഏതോ കാലത്ത് എത്രയെല്ലാം ക്ലേശകരമായ ജീവിതത്തിലൂടെ കടന്നു പോവുകയും അതിലൂടെ അവനെല്ലാം കണ്ടെത്തിയ ഓരോരോ ചെറിയ ചെറിയ കണ്ടെത്തലുകൾ, ചെറിയ ചെറിയ സൗകര്യങ്ങളിലേക്കുള്ള ഒരു മുന്നടത്തങ്ങൾ, അതിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ച സാധിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ തുടർച്ച സാധ്യതയൊരുക്കിയതിൻ്റെ പേരാണ് പുസ്തകമെന്ന് പറയുന്നത്. ഏതോ ഒരു കാലത്ത് എഴുതി വെച്ച, ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു, എപ്പോഴും എന്നെ കൊണ്ടു നടക്കുന്നൊരു പുസ്തകങ്ങൾ, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നൊരു പുസ്തകങ്ങളിലൊന്നാണ് മാർക്കസ് ഒറീലിയാസ് എന്ന് പറയുന്ന 2-ാം നൂറ്റാണ്ടിലെ ഒരു റോമാ ചക്രവർത്തിയുടെ പുസ്തകം. അതിൻ്റെ പേര് മെഡിറ്റേഷൻസ് എന്നാണ്. അദ്ദേഹം 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം റോമിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവന്നൊരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം അവസാനത്തൊരു വലിയ യുദ്ധമൊക്കെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ആ തിരിച്ചുള്ള യാത്രയിൽ ഇങ്ങനെ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയും ആ ജീവിതത്തെക്കുറിച്ചുള്ള തൻ്റെ ചിന്തകൾ, തൻ്റെ വീക്ഷണങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്തു. അതാണ് പിന്നീട് മെഡിറ്റേഷൻസ് എന്നുള്ള പേരിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ജീവിതത്തിലെ ഓരോ ദിവസത്തെയും എങ്ങനെ നേരിടണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ആ തുടക്കം തന്നെ ആ പുസ്തകത്തിന് അങ്ങനെയാണ്: ഞാൻ ഇന്ന് ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏതെല്ലാം തരം മനുഷ്യരെയായിരിക്കും കണ്ടുമുട്ടുക എന്ന ഒരു ചിന്തയോടുകൂടി ഏറ്റവും മോശപ്പെട്ട മനുഷ്യരെ, ഏറ്റവും ക്രൂരന്മാരെ, ഒരുപക്ഷെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെ, അല്ലെങ്കിൽ കുട്ടികളെ ശല്യം ചെയ്യുന്നവരെ, മോഷ്ടാക്കളെ, കൊലപാതകികളെ, അങ്ങനെ സമൂഹം ഏതെല്ലാം രീതിയിലാണോ മോശപ്പെട്ടവരെന്ന് കരുതുന്നത് അത്തരത്തിലുള്ള ആളുകളെയെല്ലാം ഞാൻ കണ്ടേക്കും എന്ന ഒരു ബോധ്യത്തോടുകൂടി ഞാൻ ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ അങ്ങനെ കടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഇവരാരും അങ്ങനെ ആവാൻ ആഗ്രഹിച്ചവരല്ല എന്നൊരു തിരിച്ചറിവ് കൂടി എനിക്കുണ്ടാവണം. അവരങ്ങനെ ആയിപ്പോയതാണ് എന്ന ബോധ്യം എനിക്കുണ്ടാവുമ്പോൾ അവർ നേരിടുന്നത് ഞാൻ മറ്റൊരു രീതിയിലായിരിക്കും. ആ നേരിടൽ അവരും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഊഷ്മളത വരുത്തും. അവിടെ ഒരു ക്ലേശരഹിതമായൊരു പാരസ്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് 2-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ പറയുകയാണ്. ഇന്നും ഒരുപക്ഷെ ഷൗക്കത്ത് നിങ്ങളോട് എല്ലാ ദിവസവും പറയുന്ന ഒരു പക്ഷേ ഇതായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേതെങ്കിലും ഒരു വകഭേദമായിരിക്കാം. നമ്മുടെ മുന്നിലുള്ള മനുഷ്യൻ അവൻ ആരായാലും നിങ്ങളെപ്പോലെ നന്മയുള്ളവനോ അല്ലെങ്കിൽ സ്വീകാര്യനോ അല്ലെങ്കിൽ പ്രശംസനീയോ ഒക്കെ ആവണമെന്ന് ആഗ്രഹിച്ച മനുഷ്യരാണ്. അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ ജനിതകമായ ചില പ്രശ്നങ്ങൾ അവരെ മറ്റെന്തോ ആക്കി മാറ്റി എന്ന ഒരു ബോധം നമുക്കുണ്ടായാൽ അവരും നമ്മളും തമ്മിലുള്ള അകലം കുറയും. അവരും നമ്മളും തമ്മിൽ വളരെ അടുപ്പത്തിലാവും. അവിടെ ഒരു പാരസ്പര്യം ഉണ്ടാവും. ആ പാരസ്പര്യത്തിൻ്റെ പേരാണ് മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് ഒരു 2-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഈ അറിവ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ എത്രയധികം പണ്ടു തൊട്ടേ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ പുസ്തകത്തിന് ഇന്നും അത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുറിയിൽ 2 പുസ്തകങ്ങളാണ് വയ്ക്കുന്നത്. ഒന്ന് ബൈബിൾ, അതൊരു ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് അമേരിക്കയിലെ ഭരണാധികാരിയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ ബൈബിൾ ഉണ്ടാവും. മറ്റൊന്ന് മാർക്കസ് ഒറീലിയാസിൻ്റെ ഈ മെഡിറ്റേഷൻസ് എന്ന പുസ്തകമാണ്. മനുഷ്യ ജീവിതത്തെ എങ്ങനെയൊക്കെ നേരിടാം, ആ നേരിടലിന് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളും ശീലങ്ങളുമാണ് ആവശ്യം എന്ന് പറഞ്ഞു തരുന്നൊരു പുസ്തകം. ഒരുപക്ഷെ 2-ാം നൂറ്റാണ്ടിലെ അതിന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പരിചയമുള്ള മനുഷ്യരുണ്ട്, അടുത്തറിയുന്നവരാണ്, അവരുടെ ജീവിതവുമായി അടുത്തുള്ളവരാണ്. പക്ഷെ അവരെക്കാൾ കൂടുതൽ എനിക്ക് ആത്മബന്ധമുള്ളത് ഈ 2-ാം നൂറ്റാണ്ടിൽ ഞാൻ അറിയാത്ത മാർക്കസ് അറീലിയോസുമായിട്ടാണ്. അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിലെ സെർവാൻറ്റസ് എന്ന് പറയുന്ന ഡോൺ കിയോട്ട് എന്ന് പറയുന്ന നോവൽ എഴുതിയ മനുഷ്യനുമാണ്, അല്ലെങ്കിൽ ടോൾസ്റ്റോയോടാണ്, അല്ലെങ്കിൽ ടാഗോറിനോടാണ്. കാരണം അവരുടെ, നമുക്കങ്ങനെ പറയാമെങ്കിൽ ആത്മാവിഷ്കാരം എന്നൊക്കെ പറയുന്നതും നമ്മളും തമ്മിലുണ്ടായ ഒരു പാരസ്പര്യം ഒരുപക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല. അവിടെ ക്ലേശങ്ങളുണ്ടാവും, അവിടെ പ്രതിസന്ധികളുണ്ടായിട്ട്. അതില്ലാതെ നമ്മുടെ മനസ്സുമായിട്ട് ആത്മീയമായ, ഒരുപക്ഷെ അതിനെ ആത്മീയമെന്ന് വിളിക്കാം, ആ രീതിയിൽ നമ്മളുമായിട്ട് സംവേദിക്കാൻ കഴിയുന്നവരാണ്. അപ്പം അങ്ങനെ അപരിചിതരുമായിട്ടുള്ള സമ്പർക്കത്തിന് സാധ്യത ഒരുക്കുന്നതിൻ്റെ പേര് കൂടിയാണ് പുസ്തകം അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത്. ഏതോ കാലത്തെ മനുഷ്യരുമായിട്ട്, അവരുടെ മനസ്സുമായിട്ട് നമ്മുടെ മനസ്സിന് ചേർന്ന് നിൽക്കാൻ കഴിയുന്നതാണ്. ഇന്നൊരു പക്ഷേ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കാൻ തന്നെ ക്ലേശിക്കുന്നൊരു കാലമാണ്. ആ ക്ലേശം കുറച്ച് കിട്ടാൻ ഒരുപക്ഷെ വായനയിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇത്തരം ക്ലേശങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ
അവരെങ്ങനെയാണ് ജീവിതത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുത്തത്, എങ്ങനെയാണ് അവരിതിനെയൊക്കെ നേരിടാൻ കരുത്ത് നേടിയതെന്ന് മനസ്സിലാക്കാൻ ഇത്തരം വായനകളിലൂടെ സാധിക്കും എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. വായന പല രീതിയിൽ, വായനയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പം ഒരു കഥ പറയാം. നമ്മുടെ കഥാസരിത് സാഗരത്തിന് മുമ്പേ ബൃഹത് കഥ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങളിലൊരു കഥയുണ്ടത്. കഥാസരിത് സാഗരത്തിൻ്റെ ഒറിജിനലായിരുന്നു. ഇവരെല്ലാം കൂടി രാജാവിൻ്റെ അടുത്ത് പോയി. രാജാവ് വളരെ മാന്യനായ രാജാവായിരുന്നു അദ്ദേഹം. പക്ഷെ പറഞ്ഞു 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത് പൈശാചി ഭാഷയിൽ എഴുതിയതാണ്. പൈശാചി ഭാഷ എനിക്കത്ര ഇഷ്ടമല്ല. പിന്നെ ഒന്ന്, ഇതിൻ്റെ 7 ലക്ഷം ശ്ലോകങ്ങളെന്ന് പറയുന്നത് വലിപ്പം കൂടുതലാണ്. അത് രണ്ടുകൊണ്ട് എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മടക്കുകയാണ്. പക്ഷേ ഈ സങ്കടകരമായ വാർത്തയായിട്ട് ശിഷ്യന്മാരെല്ലാം കൂടി ഗുണാഢ്യൻ്റെ അടുക്ക് എടുത്തുകയും ഗുണാഢ്യനോട് പറഞ്ഞു, രാജാവ് കൈയൊഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. ഗുണാഢ്യന് ഭയങ്കര സങ്കടം വന്നിട്ട് അദ്ദേഹം ഒരു മലയുടെ മുകളിൽ പോയിട്ട് ഈ ഇലകളിൽ ഈ ശ്ലോകങ്ങൾ എഴുതിയ ഇലകൾ ഓരോന്നായിട്ട് വായിച്ചിട്ട് ഇവരെ കേൾപ്പിക്കും. എന്നിട്ടത് തീ കൊളുത്തി കളയും, നശിപ്പിക്കും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 7 ലക്ഷം ശ്ലോകങ്ങൾ ഒരുപാട് ദിവസങ്ങൾ വേണം, വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം എഴുതിയതല്ലേ. അപ്പോൾ ഇതേ സമയത്ത് രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന് കുറേ അസുഖങ്ങളൊക്കെ വന്നു. രാജാവിന് അസുഖം വന്നു. അവിടുത്തെ രാജാവിൻ്റെ ഡോക്ടർമാരും ചികിത്സകരും വൈദ്യന്മാരൊക്കെ വലിയ ശ്രമങ്ങളൊക്കെ നടത്തി. ഒരു തരത്തിലും രാജാവിൻ്റെ മാറ്റം വരുന്നില്ല, അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഗുണകരമായ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ കുറവ് വരുന്നു, മത്സ്യം കിട്ടുന്നില്ല, മാംസം കിട്ടുന്നില്ല, പച്ചക്കറികൾ പലതും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് അതൊന്നും കിട്ടാത്തത്? അന്വേഷണമായപ്പോൾ പറഞ്ഞു, മൃഗങ്ങളൊന്നും തന്നെ അവിടെ എവിടെയുമില്ല, കാട്ടിലെ മൃഗങ്ങളെല്ലാം അപ്രത്യക്ഷരായിരിക്കുന്നു, മരങ്ങളൊന്നും പഴയതുപോലെ പുഷ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി പ്രകൃതിയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആരോ രാജാവിനോട് പറഞ്ഞു, ആ മലക്ക് മുകളിൽ ഏതോ ഒരു സന്യാസി പോലൊരാൾ അവിടെ എന്തോ കഥ ചൊല്ലിക്കൊടുക്കുകയാണ്. നാട്ടിലെ മൃഗങ്ങളും കാട്ടിലെ മൃഗങ്ങളുമെല്ലാം ആ കഥ കേൾക്കാൻ പോയിരിക്കുകയാണ്. സത്യത്തിൽ സസ്യലതാദികൾ പോലും അത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ രാജാവിന് വലിയ അതറിയണമല്ലോ എന്ന് രാജാവ് അവിടെ ചെന്നപ്പോഴാണ് രാജാവിന് മനസ്സിലായി, തന്നെ അന്വേഷിച്ച് വന്ന കുറച്ച് മനുഷ്യരും കൂടിയുണ്ട് അവിടെ. അവരാണ് ആ ഗുണാഢ്യൻ്റെ കഥകളാണ് അവിടെ ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇയാൾ പറയുന്ന കഥകൾ കേൾക്കാൻ ആ പ്രകൃതി മുഴുവൻ, ഈ പക്ഷിമൃഗാദികൾ മുഴുവൻ അതിൽ ലയിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇതൊന്നും നാട്ടിലേക്ക് വരാതെയും കിട്ടാതെ പോയതും രാജാവിന് അസുഖം വന്നു എന്നാണ് കഥ പറയുന്നത്. കഥ എന്തോ ആയിക്കോട്ടെ. ഗുണാഢ്യനൊപ്പം ബാക്കി വന്ന ഈ ശാതവാഹ രാജാവ് ബാക്കി വന്ന ഇലകൾ സംരക്ഷിക്കുകയും അതാണ് 1 ലക്ഷത്തോളം മാത്രം ശ്ലോകങ്ങളില്ല കഥാസരിത് സാഗരമായി മാറിയതെന്നുമാണ് കഥ. ഇതിൽ നിന്ന് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കഥകളുടെ ഈ അനുഭവങ്ങളും കഥകളും മനുഷ്യരിൽ എന്ന പോലെ മൃഗങ്ങളിൽ പോലും മാറ്റങ്ങളുണ്ടാക്കാൻ, അവരുടെ മാനസികാവസ്ഥയിൽ ഇടപെടാനുള്ള ശക്തിയുള്ളവയാണ് എന്നുള്ളതാണ് അതിൻ്റെ കഥകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കഥകൾ പല ലോക സാഹിത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഏതെല്ലാം രീതിയിലാണ് മനുഷ്യ മനസ്സിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം മനുഷ്യനെ മാറ്റിവരുത്തിയ, നമ്മളിപ്പോൾ പറയുന്ന പോലെ മനുഷ്യൻ സംസ്കാരചിത്തനായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മളിങ്ങനെ സംസ്കാരത്തിലൂടെ വളർന്ന് ലോകത്തെ നിയന്ത്രിക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരുമയോടുകൂടി ഇരിക്കാനും മറ്റു പല സംവിധാനങ്ങളിലെയും പ്രക്രിയകളിലെയും ഭാഗമാകാനും ഒക്കെ സാധിച്ചതിൻ്റെ പുറകിൽ ഈ വളർച്ചയുണ്ട്, ഈ പിന്തുടർച്ചയുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളിപ്പോൾ സാഹിത്യം വായിച്ചാലും നമുക്ക് മനസ്സിലാവും. ഇൻസിഡൻ്റലി കാൾ സാഗൻ്റെ കാര്യം പറയുകയുണ്ടായി. കാൾ സാഗൻ ലോകം കണ്ട ഏറ്റവും വലിയ ആസ്ട്രോഫിസിസ്റ്റുകളാണ്, കോസ്മോളജിസ്റ്റാണ് അദ്ദേഹം. അമേരിക്കയിലെ കോസ്മോളജിസ്റ്റായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഈ കാൾ സാഗൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം എഴുതിയുടെ കയ്യിലുണ്ട്. കാൾ സാഗൻ എപ്പോഴും ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. കാൾ സാഗൻ അദ്ദേഹത്തിൻ്റെ ക്ഷൗരക്കണ്ണാടി അല്ലെങ്കിൽ ഷേവിങ് കണ്ണാടിയുടെ മുന്നിൽ എപ്പോഴും അവിടെ ഷേവ് ചെയ്യുന്നതിന് മുമ്പേ അതിന് മുന്നിൽ വെച്ചിരിക്കുന്നൊരു ചിത്രം അദ്ദേഹം എപ്പോഴും നോക്കുമായിരുന്നു. ആ ചിത്രം അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹം ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് അമേരിക്കയിൽ. ടൈറ്റാനിക് കപ്പൽ മുങ്ങിപ്പോയതിന് ശേഷം അതിൽ അവശേഷിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടി സൂക്ഷിച്ചു വെച്ചൊരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു പല പോസ്റ്റ് കാർഡുകളും അവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ കപ്പലിൻ്റെ പടം ഒരു സൈഡിൽ മറുഭാഗത്ത് എഴുതാനുള്ള നോട്ടുകളൊക്കെ വെച്ചിട്ടുള്ള. അതിലൊരു പോസ്റ്റ് കാർഡിൽ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്, അത് ഒറിജിനലായ പോസ്റ്റ് കാർഡിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ വലിയ ആഡംബര കപ്പലായിരുന്നു. അപ്പോൾ ആഘോഷമായിട്ട് ഈ ആഡംബര കപ്പലിലേക്ക് പോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നോട്ടിലുണ്ട്, വേണമെന്നില്ല, അപ്രസക്തമാണത്. അദ്ദേഹത്തിൻ്റെ കരയിലുള്ള സുഹൃത്തിന്
ഈ യാത്രയെക്കുറിച്ച് ഒരു നോട്ട് എഴുതി. ഈ കപ്പലിന് എല്ലാവർക്കും കാർഡ് കൊടുക്കും, അങ്ങനെ പിക്ചർ പോസ്റ്റ് കാർഡ് കൊടുക്കും. അതിൻ്റെ മറുഭാഗത്ത് അദ്ദേഹം എഴുതി, ഉഗ്രനായ ഗോയിങ് സ്ട്രോങ് എന്നാണ് പറയുന്നത്, ഏറ്റവും ഉജ്ജ്വലമായ യാത്ര ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ആസ്വാദികരമായ ആനന്ദകരമായ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ യാത്രയെക്കുറിച്ചും ഈ കപ്പലിനെക്കുറിച്ചും സവിശേഷതയെക്കുറിച്ചും ഒരു നോട്ട് എഴുതിയിട്ട് ഈ പോസ്റ്റ് കാർഡ് ആ കപ്പലിൽ നിന്ന് തന്നെ അടുത്ത തലത്ത് വെച്ച് പോസ്റ്റ് ചെയ്യാണ്. ഈ പോസ്റ്റ് കാർഡ് ഈ മേൽവിലാസക്കാരൻ എത്തുന്നതിന് മുന്നേ കപ്പൽ മുങ്ങുകയും ഇവരെല്ലാം മരിച്ചു പോവുകയും ചെയ്തു. അതാണ് ടൈറ്റാനിക്കിൻ്റെ കഥ. അപ്പോൾ കപ്പൽ മുങ്ങി മരിച്ച് വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഈ ബന്ധുവിന് ഈ ഗോയിങ് സ്ട്രോങ് എന്ന് പറയുന്ന കാർഡ് കിട്ടുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ നൈമിഷികത അറിയാൻ വേണ്ടിയിട്ട് കാൾ സാഗൻ ഈ കത്ത് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വിട്ടിട്ട് തൻ്റെ ഷേവിങ് ഗ്ലാസിൻ്റെ മുന്നിൽ വെച്ചു എന്നാണ്, എല്ലാ ദിവസവും കാണാൻ. അപ്പോൾ ഒരാളുടെ മനസ്സിലെ അറിവ് ഒരു 4 വരിയായിട്ട് വരുമ്പോൾ അത് ആ ജീവിതവുമായി ചേർത്ത് വയ്ക്കുമ്പം മറ്റൊരു ജീവിതത്തിന് എന്നും പ്രചോദനമാകുന്ന ഒരു കാർഡായി, ഒരു എഴുത്തായി വരികയാണ്. ആ കാർഡിൻ്റെ മുന്നിൽ വെച്ചാണ് കാൾ സാഗൻ്റെ ഭാര്യ ഒരു ദിവസം അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങളുടെ മുഖത്ത് എവിടെയോ ഒരു ചെറിയ ഒരു ഉണിൽ പോലൊരു സാധനമുണ്ട്, കുറേ ദിവസമായി അത് എന്തോ കാണിക്കണ്ടേ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും അന്ന് ഇവർ നിർബന്ധം പിടിച്ചു. അപ്പോൾ അദ്ദേഹം ജപ്പാനിലേക്ക് പോകുമായിരുന്നു അന്ന്. അപ്പോൾ ജപ്പാനിലൊരു സയൻസ് കോൺഗ്രസ്സിന് പോകുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും ഭാര്യ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പൊക്കോളാമെന്ന് പറയുകയും ഡോക്ടറെ അടുത്തേക്ക് പോയി അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, താങ്കൾ പൊക്കോളൂ, ഞാനിതൊക്കെ നോക്കിയിട്ട് വിവരം അറിയിക്കാം. ജപ്പാനിലെത്തുമ്പോഴേക്കും ജപ്പാനിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ ടീം ആ എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ്. കാൾ സാഗന് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ട് അവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതതിൻ്റെ ഒരു പരിണത കഥ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെയാണ് മനുഷ്യർ മനസ്സിലാക്കേണ്ടത്. അറിവുകൾ ഇങ്ങനെയാണ്. അറിവ് പ്രായോഗികമായ അറിവിലുപരിയായി ദാർശനികമായ ജീവിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ച കിട്ടുന്ന അറിവുകളും ഇതുപോലെയൊക്കെയാണ് മനുഷ്യരിലേക്ക് പകർന്ന് പോകുന്നത് എന്നുള്ളതാണ്. അത് വൈയക്തികമായ അറിവുകൾ വേറെയുമുണ്ട്. ഇപ്പോൾ സാഹിത്യം വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഇതുപോലുള്ള വൈയക്തികമായ പല അറിവുകൾ നമുക്ക് മനസ്സിലാക്കാനാണ്. സ്റ്റോറി ഓഫ് സാൻ മിഷേൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറുടെ ഓർമ്മക്കുറിപ്പുണ്ട്. ഈ സ്റ്റോറി ഓഫ് സാൻ മിഷേൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മക്കുറിപ്പുകളാണ്. അതിൽ ഡോക്ടർ, അത് അനുഭവ കഥയാണ്. അതിൽ ഡോക്ടർ ഈ ടൈഫോയിഡ് വളരെയധികം വർദ്ധിച്ച ഒരു സമയത്ത് അവിടെ റോമിൽ, ഇറ്റലിയിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു സെൻറ്റ് തെരേസസ് എന്ന് പറയുന്ന ഒരു സ്ത്രീകൾ നടത്തുന്ന, കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയെ ചികിത്സിക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ടൈഫോയിഡാണ്. അപ്പോൾ പനിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കിയിട്ട് വരും. വലുതായിട്ടൊന്നും ചെയ്യാനില്ല. അന്നൊക്കെ അത് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോലെയാണ് അവസാനം, വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഡോക്ടർ ആ സ്കൂളിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ ഡോക്ടറെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നത് കാണാറുണ്ട്. അറിയില്ല, അവരൊരിക്കലും നേരിട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറായില്ല. ഒരു ദിവസം മാത്രം ഡോക്ടർ വൈകി സന്ധ്യയ്ക്ക് പോയപ്പോൾ അവർ നേരിട്ട് വന്നു. ഡോക്ടറെ അടുത്ത് വന്നിട്ട് തിരിച്ച് വന്നപ്പോൾ ചോദിച്ചു, ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വളരെ പ്രയാസമാണ്, ഏതാനും ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ, മരിച്ചു പോകും, വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ആ കുട്ടിയെ ഒന്ന് അവസാനമായിട്ട് കാണണമെന്നുണ്ട് എന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കി പറഞ്ഞു, ഞാൻ ആ കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോക്കാം, നിങ്ങൾ വിലാസം തരൂ, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം, നിങ്ങൾക്ക് അധികം ദിവസം ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയാമെന്ന്. അവർ മേൽവിലാസം കൊടുക്കാൻ തയ്യാറായില്ല. അവരൊരു സ്ഥലം പറഞ്ഞു, ഇതിനടുത്തുള്ളൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് പറഞ്ഞു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഈ കുട്ടി ഈ രാത്രി കടന്നു പോകില്ല എന്നുറപ്പായി. അപ്പോൾ ഈ അമ്മയെ കാണിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഞാൻ ചെയ്യേണ്ട ഒരു കർമ്മമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഓർത്തു. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ അന്വേഷിച്ച് അന്ന് വൈകുന്നേരം പോവുകയാണ്. ഇവർ പറഞ്ഞ വഴിയിലൂടെയൊക്കെ പോയി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഇവർ പറഞ്ഞ ആ കെട്ടിടമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു റിക്ഷയിലാണ് പോയത്. ആ റിക്ഷക്കാരൻ അദ്ദേഹത്തെ ഒന്ന് കളിയാക്കുകയും ചെയ്തു. കാത്തു നിൽക്കണോ സാറെന്ന് ചോദിച്ചു. വേണ്ട, അദ്ദേഹം പറഞ്ഞു കാത്തു നിൽക്കണം എന്ന് പറഞ്ഞു. റിക്ഷക്കാരനത് അത്ഭുതമായി. കാത്തു നിന്നു. അതിനകത്ത് കടന്നപ്പോഴേക്ക് അവിടെ ഒരു സ്ത്രീയുണ്ട്, കുറച്ച് മധ്യവയസ്കയായ ഒരു സ്ത്രീയാണ്. അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടറിന് ഏത് തരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടറുടെ മുന്നിലേക്ക് കുറേ യൗവന സ്ത്രീകളെ ഇങ്ങനെ നിരത്തുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഇന്നയാളിനെ വേണം, ആ പേരറിയാമായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ യുവതികളാണ്, അവർ കുറച്ച് പ്രായം ചെന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുകളിലുണ്ട്, പൊക്കോളുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനാണ് വന്നത്, കുട്ടിയുടെ കാര്യം വളരെ മോശമാണ്, ഇന്ന് രാത്രി കടന്നു പോവില്ല. അപ്പോൾ
അപ്പോൾ എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ പറഞ്ഞു ഞാൻ അവിടുത്തെ നേഴ്സിനെ അവിടെ കടക്കില്ല, ആ സ്കൂളിലേക്ക് മറ്റുള്ളവരെ കടത്തില്ല എന്നുള്ളൊരു പ്രശ്നം ഡോക്ടർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അന്ന് രാത്രി അവിടെ ശുശ്രൂഷിക്കേണ്ട നേഴ്സിനോട് വരണ്ടെന്ന് പറയുകയും അവരുടെ കുപ്പായം വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീയോട് ആ ഡ്രസ്സ് ഇട്ടിട്ട് തൻ്റെ കൂടെ വന്നാൽ കുട്ടിയെ അന്ന് രാത്രി അവസാനമായിട്ട് തനിക്ക് ശുശ്രൂഷിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഡോക്ടർ അവിടെ വരികയും ഡോക്ടർ വന്ന് കുറച്ച് സമയം ഇവരവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ഏകദേശം പോയി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, കുട്ടി മരിച്ചു പോയിരിക്കുന്നു, തനിക്ക് അവസാനമായി അതിനൊരു മുത്തം കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, വേണ്ട ഡോക്ടർ, എനിക്ക് പറ്റില്ല, ഞാൻ നശിച്ചവളാണ് എന്ന്. ഈ ഒരു കഥ നമ്മുടെ മുന്നിൽ വലിയൊരു പ്രപഞ്ചം സൃഷ്ടിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ദോഷം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെ ആ രീതിയിൽ എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് എഴുതി നമ്മൾ വായിക്കുമ്പോൾ അതുണ്ടാക്കുന്നൊരു വേദനയുണ്ട്. മനുഷ്യാവസ്ഥയുടെ ഒരു വലിയ ചിത്രം. എന്താണ് മനുഷ്യാവസ്ഥ? ഏതെല്ലാം തരത്തിലുള്ള പ്രക്രിയകളിലൂടെയാണ് സമൂഹം, നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധിയിലാക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ചിത്രമുണ്ട്. ഇത് വായനയിലൂടെ മാത്രം കിട്ടുന്നതാണ്. നമുക്കൊരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം 10 60 വളരെ ശുഷ്കിച്ച ജീവിതം, വളരെ ചെറിയ ജീവിതമാണ്. ആ ജീവിതത്തിൽ നമുക്കൊക്കെ നയിക്കാൻ പറ്റുന്നത് വളരെ ചെറിയ അനുഭവങ്ങൾ മാത്രമാണ്. ഞാൻ ഒരു പുസ്തക വിൽപ്പനക്കാരൻ്റെ ഒരു ജീവിതം അനുഭവിക്കും, ഷൗക്കത്തിൻ്റെതായ ഒരു ചെറിയ ജീവിതം അനുഭവിക്കും. പക്ഷെ നമുക്ക് ഒരു വായനക്കാരനാവുമ്പോൾ നമുക്ക് മറ്റു പല ജീവിതങ്ങളെയും ഉള്ളിലറിയാൻ കഴിയുന്നുള്ളൂ എന്നതാണ്. എനിക്ക് ആ ഡോക്ടറുടെ മനസ്സ്, ആ സ്റ്റോറി ഓഫ് സാൻ മിഷേൽ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ആ ഒരു അമ്മയുടെ മനസ്സ്, ആ ഒരു വേശ്യയായി പോകേണ്ടി വന്ന ഒരമ്മയുടെ മനസ്സ്, ആ മകൾക്ക് വേണ്ടിയിട്ട് ആ സമൂഹം കൽപ്പിച്ച ആ ഒരു ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു സദാചാര ബോധത്തിലൂടെ ആ കുട്ടിയോട് ഞാൻ പിഴച്ചവളാണ്, അതുകൊണ്ട് എനിക്ക് അവളോട് അങ്ങനെ പറ്റില്ല എന്ന് പറയുന്ന മനസ്സ്, ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മുടെ പരിമിതമായ ജീവിതത്തിലെ അപരിമിതമായ അനുഭവങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വായന എന്ന് പറയുന്നത്. അത് ലോകത്തിലെ ഏതോ കാലത്തുണ്ടായപ്പോൾ നമുക്ക് മഹാഭാരത കഥ അറിയാം. മഹാഭാരതത്തിൽ എപ്പോഴും പറയാറുണ്ട്, മഹാഭാരതം മനുഷ്യാവസ്ഥയുടെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണെന്ന്. മനുഷ്യന് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അത് അങ്ങനെയായത്. ആ ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങൾ അതിനകത്ത് നിറച്ചു വെച്ചത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു രാജവംശത്തിലെ 2 രാജവംശങ്ങൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി കലഹിക്കുകയും അവിടെ ധർമ്മത്തിൻ്റെ വേറൊരു ചിത്രം വരികയും അവരുടെ മാനുഷികമായ വ്യക്തിഗതമായ ജീവിതം എങ്ങനെയൊക്കെയാണ് പോയതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോൾ സമകാലികമായ പല വാർത്തകളും നമ്മൾ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മഹാഭാരതത്തിൻ്റെ കഥയോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് ഈ മനുഷ്യാവസ്ഥ അതിൻ്റെ അങ്ങേയറ്റത്തെ തീവ്രതയോടുകൂടി അവതരിപ്പിക്കാൻ വ്യാസന് കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യാനുഭവത്തെ അതിൻ്റെ പരമാവധി തീവ്രതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന അതിൻ്റെ പേരാണ് സാഹിത്യം എന്ന് പറയുന്നത്. ആ സാഹിത്യം വായനയിലൂടെ നമ്മുടെ ജീവിതത്തെ പരിധികളില്ലാത്ത ഒന്നാക്കി മാറ്റുകയും നമ്മുടെ വാർഷികം എന്ന് പറയുന്ന 60 70 എന്ന് പറയുന്ന ആയുസിൻ്റെ കണക്കുകളെ ഭേദിച്ചുകൊണ്ട് 1000 ജീവിതങ്ങളെ നിങ്ങൾ വായിക്കാത്ത മനുഷ്യൻ ഒരാളുടെ ജീവിതം തീർക്കുമ്പോൾ നല്ലൊരു വായനക്കാരൻ ഒരുപാട് പേരുടെ ജീവിതത്തെ അറിയുന്നു അല്ലെങ്കിൽ അനുഭവിച്ചറിയുന്നു എന്ന് പറയാൻ കഴിയും. നല്ലൊരു വായനക്കാരൻ അങ്ങനെ കഴിയുമെന്നുള്ളതാണ്. ഈ അനുഭവം നമ്മൾക്ക് ശീലമായി കഴിഞ്ഞാൽ ആ അനുഭവമാണ് നമ്മളെ ഈ ഭ്രാന്തിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ജെൻറ്റിൽ മാഡ്നസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യതിക്ക് പുസ്തകം വാങ്ങാതിരിക്കാൻ കഴിയാത്തത്. ഒരുപക്ഷെ കടം വാങ്ങിയും, അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്, ഒരിക്കൽ ഞാൻ പൈസ കിട്ടാതെ ഭഗവത്ഗീത സ്വാധ്യായത്തിനൊന്നും പോകുന്ന ആളല്ല. പക്ഷെ നിർവാഹമില്ല, അദ്ദേഹത്തെ കാണാനില്ല, അഡ്രസ്സൊന്നുമില്ല, ഫോൺ നമ്പറൊന്നുമില്ല, പക്ഷെ വഴിയില്ല, 10-14,000 രൂപ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴാണ് കാണുന്നത് പത്രത്തിലൊരു വാർത്ത അദ്ദേഹം വരുന്നത്. അദ്ദേഹം എല്ലായ്പ്പോഴും വന്നാലും വരുന്നതാണ്, പെട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ 5-6 മാസമായി. അപ്പോൾ ഞാനിങ്ങനെ ഭഗവത്ഗീത സ്വാധ്യായത്തിന് കേൾക്കുകയും അദ്ദേഹം ഇങ്ങനെ വേദിയിൽ തുടങ്ങുന്നതിന് മുന്നേ പോയി, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പോയി ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഓരോ തവണ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ പുസ്തകം കൈവപ്പിട്ട് എനിക്ക് തരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുപാട് പുസ്തകത്തെക്കുറിച്ച്, പുതിയ പുസ്തകം, അന്ന് ഗൂഗിളും ഇൻ്റർനെറ്റൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളെ പുസ്തക സെല്ലറിനും വായനക്കാരനും പുസ്തകങ്ങൾ അറിയെങ്കിൽ നമ്മൾ തമ്മിലുള്ള സംവാദത്തിലൂടെയാണ്. ഒരു പുതിയ പുസ്തകത്തെ ഞാൻ അറിഞ്ഞു, ഒരു പുതിയ എഴുത്തുകാരനെ ഞാൻ അറിഞ്ഞു എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് ആ ലോകം വിപുലമാവുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് പോലും ഞങ്ങൾ എഴുതിയിട്ടുണ്ടത് വായിച്ചിട്ടുണ്ട്. ഊർജ്ജതാണ്ഡവമൊക്കെ വരുന്ന കാലം, കലാകൗമുദിയിൽ പങ്ക്തിയൊക്കെ എഴുതുന്ന കാലം, യതി എന്ന് പറയുന്നത് അന്ന് കോളേജ് കാലമാണ്. വലിയൊരു ചിത്രം മനസ്സിൽ കാണുക, പരിചയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് കരുതുന്ന ഒരു ദിവസം, ഒരു വൈകുന്നേരം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ മാത്രമേ അന്നേരമുള്ളൂ, ഒരു ഞായറാഴ്ചയായിരുന്നു.
അദ്ദേഹം കടയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ആ രൂപം വന്ന് നിൽക്കുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ മാത്രം കണ്ട്, അന്ന് ടെലിവിഷനും ഇല്ല, അപ്പോൾ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞ മനുഷ്യൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിർഭാഗ്യവശാൽ എൻ്റെ കൂടെ അന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ മറ്റു കുറേ പേര് കടയിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഞാൻ ശപിക്കുകയാണ്, ഈ മനുഷ്യരൊക്കെ ഒന്ന് പോയാലേ ഇദ്ദേഹം അവിടെ പുറത്ത് നിൽക്കുകയാണ്, അപ്പോൾ ഇവരെ ഒഴിവാക്കി, എനിക്ക് അതൊന്നും വേണ്ട, ഇദ്ദേഹത്തെ മാത്രം മതി എന്നുള്ള ധാരണയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരെയൊക്കെ ഒഴിവാക്കി അദ്ദേഹം എല്ലാം കയറി വരികയാണ്. അപ്പോൾ കയറി വന്നപ്പോൾ ഞാനത് ആ സമയത്തുണ്ട് എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് സെല്ലർ എന്ന നിലയിൽ എൻ്റെ അറിവ് കാണിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പുസ്തകങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരികയാണ്. ഫിസിക്സ്, ഫിലോസഫി, ആത്മീയത, ഇതൊക്കെ മനസ്സിലുള്ളവർക്ക് ഇതൊക്കെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കണ്ടേ, അപ്പോൾ അപ്പോഴല്ലേ ഞാനൊരു വലിയ ആളാവുള്ളൂ അദ്ദേഹത്തിന്. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു, എനിക്കറിയാം ഈ സ്ഥാപനത്തെക്കുറിച്ച് എനിക്കറിയാം, ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഞാൻ വന്നതൊരു പ്രത്യേക പുസ്തകം അന്വേഷിച്ചാണ്. ഇല്ലാതായിപ്പോയാൽ എൻ്റെ കഥ മുഴുവൻ പോയി. അപ്പോൾ ബെഞ്ചമിൻ ലെവിൻ എന്ന് പറയുന്ന ഒരു വലിയ സുവോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹം ജീൻ എന്ന് പറയുന്നൊരു പുസ്തകം, ജീൻ 5 എന്ന് പറയുന്നൊരു, അത് ഓരോ വർഷവും അന്നത്തെ ജെനറ്റിക്സ് വികാസം കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ജെനറ്റിക്സിൻ്റെ എവല്യൂഷൻ ഓരോ വർഷവും ജീൻ 5, ജീൻ 6, ജീൻ 7 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും PhDക്കൊക്കെ പഠിക്കുന്ന സുവോളജി അധ്യാപകരും കോളേജുകളും മാത്രം വാങ്ങിക്കുന്ന, അന്ന് തന്നെ അതിന് 2000-ഓളം രൂപ വിലയാണ്. അപ്പോൾ ഞങ്ങളത് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് വരുത്തി വെച്ചിട്ടുണ്ടാവും. ഇത് അന്വേഷിച്ചാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് അതുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉദ്ദേശിച്ച പുസ്തകങ്ങളൊന്നും അതേ നോക്കിയില്ല. എന്നോട് പറഞ്ഞു, ഇത്തവണ എനിക്കിതൊന്നും വേണ്ട, ഞാൻ പിന്നീട് വരും, എനിക്ക് ജീൻ മതി എന്നും പറഞ്ഞിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പുസ്തകം വാങ്ങിയിട്ടാണ് യതി എന്ന് മടങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു അടുപ്പം, സൗഹൃദം തുടങ്ങുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെയാണ് ഇപ്പം നമ്മൾ കടക്കാരനായിട്ട് പോയിട്ട് പൈസ ചോദിക്കേണ്ട ദുരവസ്ഥ വരുന്നത്. അപ്പോൾ ഞാൻ പോയി പൈസ ചോദിക്കാനാണ് എനിക്ക് അനുവദിക്കുന്നുമില്ല എൻ്റെ മനസ്സ്. പൈസ വേണം, പക്ഷേ യതിയോടൊക്കെ എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു മാനസികമായ വിഷമത്തോടെ ഞാൻ അങ്ങനെ ഇരുന്നു. അദ്ദേഹത്തിൽ പോയി വേറെ കുശലമൊക്കെ പറഞ്ഞു, വന്നു അല്ലേ സുധീർ, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞാനും എൻ്റെ വേറെ ആളുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ ഇരുന്നു. പക്ഷേ ഗീത പ്രഭാഷണത്തിനിടയിൽ ഗീതയിലെ ഏതോ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് MG റോഡ് വഴി പോകാറില്ല, കാരണം അവിടെ എന്നെ ദരിദ്രനാക്കുന്നൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി, എൻ്റെ പൈസയെക്കുറിച്ച് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ദരിദ്രനാക്കുന്നൊരു സ്ഥാപനമുണ്ട്, അതുകൊണ്ട് ഞാൻ ഊടുവഴികൾ തേടുകയാണ്. ജീവിതത്തിൽ അങ്ങനെ ഊടുവഴികൾ തേടുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ഗീതയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എന്നെ അങ്ങ് സുഖിപ്പിച്ച് വിടുകയാണ്. പിന്നീട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരികയും, ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ഈ ഭ്രാന്ത് എന്തുകൊണ്ടാണ് ഈ ഭ്രാന്തായി പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥയാണ്. എനിക്കതറിയാം അത് ഭ്രാന്താണ്, അദ്ദേഹം തന്നെ എഴുതിയിട്ട് അത് ഭ്രാന്താണെന്നും. വായിച്ച പുസ്തകങ്ങളെക്കാൾ കൂടുതൽ പുസ്തകം എല്ലാ വായനക്കാരനും എൻ്റെയൊക്കെ വീട്ടിലുണ്ട്. ഒരായുസ് പോരാ, ഒരുപക്ഷെ യതിയൊക്കെ ദൈവത്തോട് ആഗ്രഹിച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും ഒരു ആയുസ് കൂടി കിട്ടിയാൽ കുറേ കൂടി പുസ്തകം വായിക്കല്ലോ. നിർഭാഗ്യവശാൽ ഇന്നത് പറ്റില്ല, കാരണം ഇന്ന് ഒരായുസിന് വായിക്കേണ്ട പുസ്തകം ഒരു ദിവസം ഇറങ്ങുന്നുണ്ട്. അന്നത്തെ പോലെയല്ല, സാങ്കേതികവിദ്യ വർദ്ധിച്ചതോടുകൂടി ഒരു ദിവസത്തിൽ തന്നെ നമുക്കൊരായുസിന് വായിക്കേണ്ട അത്രയും ഗഹനവും വിപുലവും മനോഹരവും സൗന്ദര്യശാസ്ത്രപരമായ പുസ്തകങ്ങൾ ഇറങ്ങുന്നൊരു കാലത്താണ്. അപ്പോൾ നമുക്കൊരു1000 ആയുസുണ്ടായാലും തീരാൻ പറ്റാത്ത ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ പിറകിലെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ സാഹിത്യം തരുന്ന, അറിവ് തരുന്ന, കല തരുന്ന ഈ വിശാലമായ ഒരു പ്രത്യേക സാംസ്കാരികമായ ഒരു ഔന്നത്യം നമ്മളിലേക്ക് ആവാഹിച്ചു വരുന്ന ഒരു സിദ്ധി ഉള്ളത് കൊണ്ടാണ്. ആ സിദ്ധിയാണ് വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ അത് വായിക്കും വേണം. എങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പല പുസ്തകങ്ങളും വായിച്ചിട്ട് അതത്ര കൊള്ളൂല എന്ന് പറയുന്ന സാധാരണ വായനക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് പുസ്തകത്തിൻ്റെ പ്രശ്നമല്ലെന്നും നമ്മുടെ വായനയുടെ പ്രശ്നമാണെന്നും നമ്മളെപ്പോഴും തിരിച്ചറിയണം. കാരണം ഒരു പുസ്തകവും ഒന്നായി നിൽക്കുന്ന ഒന്നല്ല, അത് പലതിൻ്റെ തുടർച്ചയാണ്. അപ്പം നമ്മൾ വേറെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ പടി കയറാതെ നമ്മൾ 5-ാം പടിയിലേക്ക് കയറിയാൽ വീഴുമെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ആ പടി കൊള്ളൂല എന്ന് നമ്മൾ അതിനെ പറയും. പ്രശ്നം പടിയുടേതായിരുന്നില്ല എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയുള്ളൂ. ഈ തിരിച്ചറിവാണ് വായനയുടെ രൂപം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറയുന്ന പ്രതിസന്ധി വരുമ്പോൾ ഉള്ള പ്രശ്നം. വായന എങ്ങനെ വായിക്കണം എന്ന് പറയുന്നതിലും നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മഹാഭാരതത്തിൻ്റെ കഥ പറയുമ്പം വ്യാസൻ 1.25 ലക്ഷം ശ്ലോകങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതെന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ക്ലേശിക്കുകയാണ്. അപ്പോൾ അതൊന്ന് എഴുതിയെടുക്കണം, എഴുതി അത് ഇതാക്കണം, രേഖപ്പെടുത്തണം എന്നാലോചിച്ച് ഇത് ആരെഴുതുമെന്ന് പറയുന്നൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കഥയിൽ പറയുന്നത് ഗണപതിയെയാണ് അതിന് അദ്ദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ഗണപതി വ്യാസൻ്റെ എടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഗണപതി പറഞ്ഞു ചെയ്യാം. പക്ഷെ ഭയങ്കര ഒരു ശല്യ സ്വഭാവമുള്ള ആളായതുകൊണ്ട് ഗണപതി പറഞ്ഞു, ഒരു കണ്ടീഷനുണ്ട്, താങ്കൾ തുടങ്ങിയാൽ എപ്പോൾ നിർത്തുന്നോ അവിടെ ഞാൻ നിർത്തും, പിന്നെ എഴുതില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 1.25 ലക്ഷം ശ്ലോകവും ഒറ്റയടിക്ക് പോയാൽ മാത്രമേ ഇത് എഴുത്ത് നടക്കുള്ളൂ എന്നുള്ള ഒരു ശാഠ്യം വെച്ചു. അപ്പോൾ വ്യാസന് വല്ലാത്ത ബുദ്ധിമുട്ടായി, കാരണം അത്ര എളുപ്പമല്ല. അപ്പോൾ വ്യാസൻ ഗണപതിക്ക് തിരിച്ചൊരു കണ്ടീഷൻ വെച്ചു,
ഞാൻ ചൊല്ലാം, എപ്പോൾ ഞാൻ നിർത്തുന്നോ താങ്കൾക്ക് നിർത്താം, പിന്നീട് എഴുതേണ്ടതില്ല. പക്ഷേ ഞാൻ പറയുന്ന ഓരോ വാക്കും അർത്ഥമറിഞ്ഞ് മാത്രമേ എഴുതാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ക്ലേശിക്കുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും വ്യാസൻ അറിയാമായിരുന്നുവെന്നും ഗണപതി ക്ലേശിക്കുന്നതോടുകൂടി ആ സമയം തനിക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാനുള്ള സമയം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ നിന്നുള്ളൊരു സാരാംശം, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അർത്ഥമറിയാതെ ഒരു വാക്ക് പോലും വിട്ടുപോയാൽ നിങ്ങളുടെ വായന അപൂർണമായി പോവും. അവിടെ നിങ്ങൾ പരാതിപ്പെടുന്നത് നിങ്ങളെയല്ല, പകരം എഴുത്തുകാരനാണ്. അത് തെറ്റാണ്. ശ്രേഷ്ഠമായൊരു കൃതി നിങ്ങൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വായനയുടെ ശീലം അതിൻ്റെതായ രീതിയിലാണെങ്കിൽ അത് ശ്രേഷ്ഠമായി തന്നെ നിലനിൽക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഞാൻ പറയില്ല, കാരണം ധാരാളം പേര് സ്വന്തമായി പുസ്തകം അവനവൻ എഴുതിയതെല്ലാം ശ്രേഷ്ഠമാണെന്ന് കരുതി പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയല്ല, സാഹിത്യമില്ല, കാലാതീതമായ കൃതികളൊന്നും അങ്ങനെയല്ല. വായനക്കാരുടെയും അറിവുള്ളവരുടെയും കഴികളിലൂടെ കടന്നു വന്ന് അത് ആ രീതിയിൽ പരുവപ്പെട്ട് രൂപപ്പെട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. ആ കൃതികൾ അങ്ങനെ തന്നെ വായിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വായനയുടെ ശീലത്തിൽ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മൾ അറിഞ്ഞു വായിക്കുക എന്ന് പറയുന്നത്. ഒരാൾ വെറുതെയല്ല ഒരു കാര്യം എഴുതി വെച്ചിട്ടുള്ളതും. ഒരുപക്ഷെ നമ്മളത് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ പടിപടിയായി വന്നതാണ്. ഈ മനുഷ്യ സംസ്കാരത്തെ ഇങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇവിടം വരെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകാതെ വായിച്ചു പോയിട്ട് ഇത് വായന ശരിയായില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല കാര്യം. വായനയുടെ വേറെ അത്ഭുതകരമായ ഒരുപാട് വായനകൾ, ഇപ്പോൾ പുസ്തക വായനയിൽ ഒരുപാട് വായനകൾ നമ്മളെ അലട്ടാറുണ്ട്. ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ്, 2005 മറ്റുമാണ് എന്താണ് ഹാർട്ട് അറ്റാക്ക് എന്ന് എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അന്നൊരു പുസ്തകം വായിക്കുകയായിരുന്നു. ഇറിൻ നെമ്രോവസ്കി എന്ന് പറയുന്ന ഒരു ഉക്രൈനിയൻ റൈറ്റർ, റഷ്യയിലെ ഒരു റൈറ്ററാണ്, ഉക്രൈനിയനുണ്ടായിരുന്നതാണ്. അവരുടെ 38ാമത്തെ വയസ്സിൽ ഓഷ്വിറ്റ്സിൽ മരിച്ചുപോയി. അവർ കൊല്ലപ്പെട്ടു. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ നാസി ഇതിൽ അവർ മരിച്ചുപോയി. അപ്പോൾ അവരുടെ കൃതികൾ കണ്ടെത്തപ്പെട്ടത് 2000-ലാണ്. അവർ പെട്ടിയിൽ ഇങ്ങനെ ഇട്ടിരുന്നു, അവർ എഴുതി വെച്ചത്, അതൊന്നും പബ്ലിഷ് ചെയ്യാതിരുന്നു. അപ്പോൾ അവരുടെ ഒരു കൃതി 2004 മറ്റും പബ്ലിഷ് ചെയ്യും. ആ കൃതി ഡേവിഡ് ഗോൾഡാർ എന്നാണ് ആ പുസ്തകം, ഒരു നോവലാണ്. ഡേവിഡ് ഗോൾഡാർ എന്ന് പറയുന്നത് 2 വ്യവസായികളുടെ കഥയാണ്. റഷ്യയിലെ അക്കാലത്തുണ്ടായിരുന്ന 2 സഹപ്രവർത്തകരായിരുന്ന, ഒരുമിച്ച് പാർട്ട്ണറായി ബിസിനസ് നടത്തിയ 2 പേരുടെ കഥയാണ്. ഒന്ന് ഡേവിഡ് ഗോൾഡാറും പിന്നെ ഒരു മാർക്കസും. ഈ മാർക്കസ് എന്ന് പറയുന്ന ആൾ ബിസിനസ്സിൽ പരാജയപ്പെടുകയും വല്ലാത്തൊരവസ്ഥയിൽ സാമ്പത്തിക ക്ലേശങ്ങളുടെ കടന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥയിൽ ഗോൾഡാറിനോട് ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് പണം തരണമെന്ന്. അപ്പോൾ മാർക്കസിന് പണം കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല. കാരണം മാർക്കസിൻ്റെ അവസ്ഥ അത്ര മോശമാണ്, ഇത് തിരിച്ചു കിട്ടില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി ഇദ്ദേഹം പണം കൊടുത്തില്ല. പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ മാർക്കസ് പിന്നീട് ഒരു ദിവസം മറ്റൊരു സ്ഥലത്ത്, അത് 2 പേരും 2 സ്ഥലത്തായിരുന്നു, അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളുള്ളവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഈ ഡേവിഡ് ഗോൾഡാർ അദ്ദേഹത്തിൻ്റെ മരണ ചടങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ മരണം ഇതൊക്കെ ക്രിയയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിലേക്ക് മടങ്ങുകയാണ്, തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ കാത്തിരിക്കുന്നതിൻ്റെ മകളും ഭാര്യയും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അവർ അന്നത്തെ ആ കാലത്തെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലിയാണ്, പണം കൊണ്ട് ദൂർത്താണ്, പണം വെള്ളം പോലെ ഒഴുകുന്ന വീടെന്നാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം ഓർത്തിട്ട് അയാളിങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് അയാളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലിങ്ങനെ വല്ലാത്ത വിഷമം വരികയാണ്. ഞാൻ മാർക്കസിനെ സഹായിച്ചില്ലല്ലോ, ഇനി അതിന് അവസരമില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹം വരുമ്പം അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ഈ ഹാർട്ട് അറ്റാക്ക് ഇറിൻ നെമ്രോവസ്കി എഴുതിയത് വായിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് മനസ്സിലാക്കിയത്. അല്ലാതെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇത് സാഹിത്യത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപക്ഷെ ഞാൻ ഇനി അഥവാ ഹൃദയാഘാതം വന്നാലും അത് ഇത്രത്തോളം തീവ്രമായിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത്രമാത്രമാണ് എഴുത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ ശക്തി. അത് മനുഷ്യാവസ്ഥയെ അതിൻ്റെ അങ്ങേ അറ്റത്തെ പൂർണ്ണതയോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വ്യക്തിപരമായി അറിയുന്ന അല്ലെങ്കിൽ ആ അടുപ്പത്തെക്കാളും തീവ്രമായ അടുപ്പമായിട്ട് ഈ സാഹിത്യാനുഭവം മാറുന്നത് എന്നുള്ളതാണ്. ഇതാണ് വായനയുടെ അറിവ് എന്ന് പറയുന്ന പശ്ചാത്തലം. വേറെ നമ്മൾ ഇന്ന് വരെ നേടിയ അറിവുകളെല്ലാം ഏത് വിഷയത്തിലായാലും പിന്നെ എന്തെല്ലാം വിഷയങ്ങളിലേക്ക് ലോകം മാറി മറിഞ്ഞു പോകുന്നു, അതെല്ലാം സാധ്യമാക്കിയത് ഈ പടിപടിയായുള്ള അറിവുകളുടെ ഈ സ്വാംശീകരണത്തിലൂടെ അത് സൃഷ്ടിച്ച് സൂക്ഷിച്ചു വെച്ച് കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റൊരു തലച്ചോറ് അതിനെ വേറൊന്നായി വിപുലമാക്കിയതിൻ്റെ പിൻബലത്തിലാണ്. അതിൻ്റെ അപ്പുറത്താണ് സാഹിത്യം തരുന്ന അനുഭവ തലങ്ങളെ, മനുഷ്യാവസ്ഥകളെ അതിൻ്റെ തീവ്രതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു തലമുറയോട് സംവേദനം ചെയ്യുന്നത്.
നമുക്ക് മനസ്സിലാക്കാനാവാത്ത, ഒരുപക്ഷെ ഹൃദയാഘാതം വരാതെ മരിച്ചുപോയ ഒരാൾക്ക് ഹൃദയാഘാതം എന്താണെന്ന് മനസ്സിലാവാൻ ഇത് വായിക്കേണ്ടി വരും. ഒരു ഡോക്ടറുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു അധ്യാപകന് ഒരു ഡോക്ടറുടെ ജീവിതം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ടൊന്നും അല്ലാതെ പ്രവർത്തിക്കുന്ന മനുഷ്യന് എന്താണ് ഒരു യഥാർത്ഥ ഡോക്ടറുടെ അനുഭവം എന്ന് ഒരുപാട് കൃതികളുണ്ട്. ഞാൻ 2-3 കൃതികളുടെ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ തീവ്രാനുഭവത്തിൻ്റെ പേരാണ് വായന എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വായന പല രീതിയിൽ നമുക്ക് വായിക്കാം. പലതരത്തിൽ വായന ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ നന്നാക്കുമോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഒരുപാട് അനുഭവങ്ങൾ തിരിച്ചുണ്ട്. നമ്മൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ വായിച്ചതുകൊണ്ട് മാത്രം ഒരാൾ നന്നാവാനൊന്നും പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എപ്പോഴും കാലത്തിന് മുന്നിൽ നമ്മളിലുള്ളത് ഭഗവത്ഗീതയുടെ വായനയാണ്. ഭഗവത്ഗീത അതിൻ്റെ ഏറ്റവും സൂക്ഷ്മാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആന്തരിക പ്രക്രിയയിലൂടെ വായിച്ചു പോയ ഒരാളുടെ പേരാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകവും അദ്ദേഹം നിത്യവും പാരായണം ചെയ്ത പുസ്തകത്തിൻ്റെ പേരും ഭഗവത്ഗീത എന്നാണ്. ഇപ്പോൾ 2 ധാർമ്മികതകളാണ് അവിടെ മനുഷ്യർ, 2 വാല്യൂ സിസ്റ്റംസാണ് അത് 2 വായനക്കാരന് പകർന്നു കൊടുത്തത്. ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യനെ, ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രിയപ്പെട്ട വായനക്കാരനെ കൊല്ലാൻ മറ്റൊരു ഭഗവത്ഗീത വായനക്കാരന് മാത്രമേ സാധിച്ചുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വായന കൊണ്ട് മാത്രം ഒരാൾ നന്മയിലേക്കോ നമ്മൾ പറയുന്ന ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സവിശേഷതകളിലോ എത്തണമെന്നില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ശ്രേഷ്ഠ സാഹിത്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത് ഇതിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലുകളോ കവിതകളോ അതിലെ ഓർമ്മക്കുറിപ്പുകളോ ആണ് എന്നുള്ളതാണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടു എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് ഇന്ത്യയിൽ ഫാഷിസത്തിൻ്റെ കൂടെയുണ്ട്, ഇസ്രയേലിൻ്റെ കൂടെയുണ്ട്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സംവിധാനമാണോ ഈ മഹാദുരന്തങ്ങളെ സൃഷ്ടിച്ചതെന്ന് അതിൻ്റെ എല്ലാ തീവ്രതയോടും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച പുസ്തകങ്ങൾ വായിച്ച് അനുഭവിച്ച് അറിഞ്ഞെന്ന് പറയുന്ന വായനക്കാരനാണ് ഇന്ന് ലോകം അതുപോലൊരു പ്രക്രിയയിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വായന ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ പുണ്യവാളനാക്കും എന്നുള്ള ആ ഒരു ജനറൽ തിയറിയെ പൊളിച്ച് കളയുന്നതാണ്. അത് സാധ്യമല്ല എന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് നിങ്ങൾ വായിക്കുന്നൊരു പുസ്തകമല്ല മറ്റൊരാൾ വായിക്കുന്നതെന്നുള്ളത്. ഒരു പുസ്തകം തന്നെ പലരും വായിക്കുമ്പോഴും ഗീതയെ പറഞ്ഞതുപോലെ നമ്മൾ വ്യത്യസ്ത വായനകളിലേക്കാണ് ചെന്നുപെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വായന അതിൻ്റെ ലക്ഷ്യബോധത്തോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ മാർക്കസ് അരീലിയസൊക്കെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ആ അനുഭവത്തെ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് അതൊരു വെറും ഫിക്ഷൻ ആയിക്കൊണ്ട് ആനി ഫ്രാങ്കിൻ്റെ ഡയറി ഒരു 14 വയസ്സുകാരുടെ ഡയറി എന്നുള്ള രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്നൊന്നും കിട്ടില്ല. അവരനുഭവിച്ച തീവ്രമായ ദുരന്തത്തിൻ്റെ ആ ജീവിതം നിശ്ചലമായി പോയതിൻ്റെ പുറകിൽ നടന്ന സാമൂഹിക രാഷ്ട്രീയ പ്രക്രിയകളെ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുകയും അത്തരമൊരു പ്രക്രിയ പിന്നീട് ഉണ്ടാവാതിരിക്കാൻ ലോകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന താക്കീത് ആ സ്വന്തം വായനക്കാരൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്ത് മാത്രമേ ഈ ലോകത്തിന് എന്തെങ്കിലും കൊണ്ട് ഈ വായന കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും അനുഭവിച്ചവരാണ് ഇസ്രായേലികൾ, ജൂതന്മാർ. ഇന്ന് ജൂതന്മാർ ലോകത്തോട് ചെയ്യുന്നത് വെച്ചാൽ അതിന് കൃത്യമായ പ്രതികാരം ചെയ്യുന്നത് പോലെ അതിരൂക്ഷമായ രീതിയിലുള്ള ക്രൂരതകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ക്രിസ്മസാണ്. ഇന്ന് ഞാനൊരു ലണ്ടനിലെ എക്കോണമിസ്റ്റ് വാരികയിൽ വായിച്ചത് യേശുവിൻ്റെ ദേശത്ത് മാത്രമാണ് നാളെ ക്രിസ്മസ് ഇല്ലാത്തത്. യേശു ജനിച്ച സ്ഥലത്ത് മാത്രം, ഗാസക്കടുത്തുള്ള സ്ഥലത്ത് ക്രിസ്മസ് ഇല്ല. ഈ അവസ്ഥ ലോകത്തുണ്ടാക്കുന്നതും വലിയ വായനക്കാരും വലിയ ചിന്തരും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മ തന്നെയാണെന്നുള്ളതാണ്. അടിസ്ഥാനപരമായി വായന മനുഷ്യനെ നന്നാക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ വായന ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കാലത്തു കൂടിയാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വായന അതിൻ്റെ സാങ്കേതികമായ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സൗന്ദര്യശാസ്ത്രമായ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സാഹിത്യത്തിന് മാറ്റം വരുന്നുണ്ട്. ഒരുപക്ഷെ അറിവിൻ്റെ തലത്തിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ അതിഗഹനമായ പഠനങ്ങൾ സാധാരണ മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പുസ്തകങ്ങളുടെ ഒരു കാലം എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് 2020-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മാത്രമാണ്
പുസ്തകങ്ങൾ സാധാരണ മനുഷ്യന് വായിക്കാവുന്ന ഒന്നായി മാറിയത്. അതുവരെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ പുസ്തകങ്ങളെന്ന് പറയുന്നത് വലിയ പ്രഭുക്കന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ പണക്കാരുടെ മാത്രം ആഡംബര വസ്തുവായിട്ട് ഷെൽഫിൽ കിടന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ചിന്തകരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകുന്നതല്ല. ജനകീയമായിട്ട് വായന മാറിയത് 1935 കൂടെയൊക്കെ ഒരു പേപ്പർ ബാക്ക് എന്ന് പറയുന്ന രീതിയിൽ പുസ്തകങ്ങൾ സജീവമാവാൻ തുടങ്ങിയത് കൂടിയാണ്. അന്നും അതിനു മുമ്പുണ്ടായിരുന്നത് പല രീതിയിൽ, ഇപ്പം BC 3-ാം നൂറ്റാണ്ടിൽ വരെ പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മൺകട്ടയിലായിരുന്നു, ഇലയിലായിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് രൂപഭാവങ്ങളിലൂടെ മാറി മാറി വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പുസ്തകത്തിൽ. ഇന്നിപ്പോൾ ഏറ്റവും പുതിയ 15-ാം നൂറ്റാണ്ടിലെ ഗുട്ടൻബർഗിൻ്റെ പ്രസ് വന്നതോടുകൂടിയാണ് പ്രിൻറ്റിങ് ടെക്നോളജി വന്നതും അത് വളരെ സജീവമായത്. ഇന്നിപ്പോൾ അതൊക്കെ മാറി ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ ഇപ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ ലൈബ്രറി കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. 1000-ലേറെ പുസ്തകങ്ങൾ ആ ഫോണിലുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 1000 പുസ്തകം വയ്ക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്നു. ഇന്ന് ഏകദേശം കണക്ക് ലോകത്ത് 15 കോടിയോളം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രസാധകരിലൂടെ എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങോടും കൂടി നടത്തി പുറത്തു വരുന്ന പുസ്തകങ്ങളുടെ എണ്ണം 15 കോടിയോളം. ഒറ്റ പുസ്തകങ്ങളായി നോക്കിയാൽ 15 കോടി പുസ്തകമുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ ഒരു 50 പേജ് ഒരു ദിവസം വായിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ 365 ദിവസം വായിച്ചാൽ, ഒരു 60 വർഷം വായിച്ചാൽ ഏകദേശം 3000 പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ. 15 കോടി പുസ്തകമുണ്ട്. അവിടെ വരുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ എന്ത് വായിക്കണം എന്നുള്ളത് തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ പുസ്തകങ്ങളെയും നമ്മൾ വായിക്കാനൊന്നും ശ്രമിച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മുടെ വിഷയം, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള അനുഭവങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള അറിവുകളാണ് നമുക്ക് വേണ്ടതെന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് വായനയ്ക്ക് വേണ്ടി കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാവൂ എന്നുള്ളൊരു കാലമാണ്. ഭാവിയിലിപ്പം വായനയും, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ, വായനയും അധികാരവുമായിട്ടുള്ള യുദ്ധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. എല്ലാ അധികാരികളും വായനയെ, പുസ്തകങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യർ അറിവുണ്ടാവുന്നത് ഒരിക്കലും അധികാരികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അറിവ് എന്ന് പറയുന്നത് എപ്പോഴും അധികാരത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അറിവിൽ നിന്നുണ്ടാവുന്നത് എന്താണ്? ചോദ്യം ചെയ്യാനുള്ള ശേഷിയാണ്. അപ്പോൾ ചോദ്യം ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും BC 3-ാം നൂറ്റാണ്ടിലെ മെസപ്പൊട്ടാമിയയിലെ ലൈബ്രറിക്ക് തീ കൊടുത്തിട്ടുണ്ട്. മൺകട്ടയിലുണ്ടാക്കിയ ലൈബ്രറിക്ക് തീ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞ് നമുക്ക് പറയാം, പാലസ്തീനിലെയും ഇസ്രായേലിലെയും ധാരാളം ലൈബ്രറികൾക്ക് ബോംബിട്ടിട്ടുണ്ടാവും. ഏറ്റവും ഫോക്കസ്ഡായിട്ട് ചെയ്യുന്നൊരു പണിയാണ്. ഏറ്റവും അവസാനം യൂഗോസ്ലാവിയയിലെ ലൈബ്രറി ഏറ്റവും വലുത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ അറിവിൻ്റെ സംരക്ഷിച്ച് വയ്ക്കൽ അധികാരികൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അതിനോടുള്ള ഒരു പ്രതിരോധം കൂടിയാണ് ഇതിനെ ജനകീയമാക്കുകയെന്ന്. ഈ കാലത്ത് സംഭവിച്ച ഒരു നമുക്കറിയാം, ഒത്തിരി പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ, ഏറ്റവും ലിബറലായ, ജനാധിപത്യവാദിയായ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന് 1953 ആദ്യമായിട്ട് ഭരണഘടന മാറ്റേണ്ടി വന്നത് ഒരു പുസ്തകം ബാൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഒബ്രി മേനൻ എന്ന് പറയുന്ന അർദ്ധ മലയാളിയായ ഒരു മനുഷ്യൻ്റെ രാമായണ റീടോൾഡ് എന്ന് പറയുന്നൊരു പുസ്തകം അദ്ദേഹം എഴുതി. ഐറിഷ് പാരൻസിന്, ഒരു മലയാളി പിതാവിൽ ഐറിഷ് അമ്മയിലുണ്ടായതാണ് ഒബ്രി മേനൻ എന്ന് പറയുന്നത്. വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ രാമായണ റീടോൾഡ് എന്ന് പറയുന്ന പുസ്തകം 1953 ഇന്ത്യ ഉണ്ടായേ ഉള്ളൂ. സ്വാതന്ത്ര്യത്തിൻ്റെ ഫ്രീ സ്പീച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ലോകത്തിലെ വക്താവ് നടന്ന നെഹ്റുവിന് അത് അന്ന് ബാൻ ചെയ്യേണ്ടി വന്നു. രാമായണ റീടോൾഡ് ഇന്നും ഇന്ത്യയിൽ കിട്ടില്ല. ഒബ്രി മേനൻ്റെ രാമായണത്തിന് വ്യത്യസ്ത, ഇന്നങ്ങനെ ആലോചിക്കുക വേണ്ടി, ഇന്നിങ്ങനെ പറയുന്നത് പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ആ രീതിയിൽ നമ്മൾ കാലം പോവുകയാണ്. അധികാരം അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. രാമായണ റീടോൾഡൊന്നും ആലോചിക്കാനേ പറ്റില്ല. അങ്ങനെ മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം, രാജീവ് ഗാന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും പുരോഗമനാശയക്കാരനായ യുവാവായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വന്നിട്ട് ആദ്യം ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൽമാൻ റുഷ്ദിയുടെ സത്താനിക് വേഴ്സസ് കസ്റ്റംസ് ആക്ട് വെച്ച് ഇന്ത്യയിൽ നിരോധിച്ചു. ആദ്യം ചെയ്ത രാജ്യമാണ്. ലോകത്ത് ആദ്യമായിട്ട് ആ പുസ്തകം നിരോധിച്ചത് ഇന്ത്യയാണ്. അപ്പോൾ ഈ അധികാരവും സാഹിത്യവും തമ്മിൽ, അധികാരവും അറിവും തമ്മിലുള്ള പ്രശ്നത്തെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരു പരിധിവരെ ഇത്തരം തടയലുകൾ സാധ്യമല്ല. കാരണം ഡിജിറ്റൽ ടെക്നോളജി ഇവരുടെ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ ലോകത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ ഡിജിറ്റൽ ടെക്നോളജിയും ഡിജിറ്റൽ ലോകവും എങ്ങനെയാണ് വായനയും മനുഷ്യൻ്റെ അറിവിനെയും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട്. കാരണം അതിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ലോകത്ത് ആർക്കും ഇപ്പോൾ ഒരു നിശ്ചയമില്ല. ഒരു ഡിജിറ്റൽ നമ്മളെല്ലാം ഒരു ദേശത്തിൻ്റെ നമ്മൾ ഇന്ത്യക്കാരെന്ന പോലെ തന്നെ നമ്മൾ ഒരു ഡിജിറ്റൽ ലോകത്തിലെ കൂടി പൗരന്മാരാണിപ്പം. 2 പൗരത്വമുണ്ട് ഇന്ന് ലോകത്ത് എല്ലാവർക്കും. നമ്മളെല്ലാം ഈ ടെലിഫോണും ഇൻ്റർനെറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 പൗരത്വമുണ്ട്.
അപ്പോൾ അതിനെ ആര് നിയന്ത്രിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങളൊന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റിനോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ വിചാരിച്ചാൽ ഗൂഗിളിനെയും മറ്റേ ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇതാ പുതിയ പ്രശ്നങ്ങൾ വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത് വരുന്നൊരു പ്രശ്നമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് അറിവിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ എന്നെപ്പോലെ രൂപത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് സുധീർ സംസാരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല. അത് സാധിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഭാവന ഉണ്ടാക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇമാജിനേഷനെ സാഹിത്യം സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞു. ഇപ്പം നമുക്ക് വേണേൽ അങ്ങനെ ചെയ്യാം. ഇപ്പോഴും എയിലെ ചാറ്റ് ബി ടി പോയിട്ട് ONV കുറുപ്പിനെ പോലെ കവിത എഴുതണം എന്ന് പറഞ്ഞാൽ അവർ ഷേക്സ്പിയർ പറഞ്ഞാൽ ഇഷ്ടംപോലെ വരും. ONV കുറുപ്പിൻ്റെതും വന്നു തുടങ്ങി. നമുക്കറിയാം അത് ONV അല്ലാന്ന്. കാരണം അത് ONV അതുമായിട്ട് അത്ര ബന്ധം വന്നില്ല. ഡാറ്റ ഷെയറിങ് കൃത്യമായി നടന്നിട്ടില്ല. ഷേക്സ്പിയറിനെ നമുക്ക് മനസ്സിലാവില്ല. ഒരു ഏറ്റവും വലിയ ഷേക്സ്പിയർ എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊടുത്ത് ഇത് ഷേക്സ്പിയറിൻ്റെ കവിത, അദ്ദേഹം അതാണെന്ന് പറയും. ആ രീതിയിൽ ടെക്നോളജി അറിവിനെയും ഭാവനയെയും മാറ്റിമറിക്കുന്നുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫേക്ക് ന്യൂസ് എന്ന് നമ്മൾ പറയുന്നു. അത് പുതിയൊരു പ്രശ്നമാണ്. നമുക്ക് യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ, വസ്തുത അറിഞ്ഞുകൂടാ, വസ്തുത കണ്ടെത്താൻ കഴിയില്ല. ഇതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇതൊന്ന് സാർവജനീനമായിട്ട് ലോകത്തെല്ലായിടത്തും അത് സാധിച്ചെടുക്കാൻ പോവാണ്. ഫേക്ക് ന്യൂസിൻ്റെ ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഫേക്ക് ന്യൂസ് എവിടെയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വസ്തുതകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ചെയ്യുന്നത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കഥ കേൾക്കുന്നത് വീണ്ടും മഹാഭാരതത്തിലേക്ക് വരാം. ദ്രോണരോട് അശ്വത്ഥമാവ് മരിച്ചുവെന്ന് കള്ളം പറഞ്ഞ് ശ്രീകൃഷ്ണൻ പറയിപ്പിച്ചിട്ടാണ് ദ്രോണനെ അശക്തനാക്കുന്നതും. ആ സത്യമാണോ അത് അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹം പറഞ്ഞു അശ്വത്ഥമാവ് മരിക്കില്ല എന്നാണ്, എൻ്റെ മകൻ അങ്ങനെ മരിക്കില്ല എന്നാണ് ദ്രോണൻ വിചാരിച്ചത്. അദ്ദേഹം അത് വിശ്വസിച്ചില്ല. അപ്പോൾ പറഞ്ഞു സത്യം പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുന്നു, യുധിഷ്ഠിരനോട് ചോദിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു അശ്വത്ഥാവ് മരിച്ചു എന്നും ദ്രോണരോടും അശ്വത്ഥമാവ് എന്ന ആന മരിച്ചു എന്ന് ഉള്ളാലയും പറഞ്ഞു എന്നാണ്. ഇതാണ് ഫേക്ക് ന്യൂസ്. അപ്പോൾ ഫേക്ക് ന്യൂസ് ആദ്യം ചെയ്യിപ്പിച്ചത് കൃഷ്ണനും ചെയ്തത് യുധിഷ്ഠിരനുമാണ്. അതിൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലായിടത്തും ഉണ്ട്. മനുഷ്യൻ്റെ സാധ്യതകൾ മാത്രമാണ് ടെക്നോളജി ഉപയോഗിക്കുക. കാരണം നമ്മുടെ തല തന്നെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഇന്നത് എല്ലാ തരത്തിലും മനുഷ്യനെ ഏതെല്ലാമോ രീതിയിൽ മോശപ്പെട്ടവനാക്കാൻ അല്ലെങ്കിൽ ദുരന്തങ്ങൾക്ക് സാക്ഷിയാവാൻ വിധിക്കപ്പെട്ട രീതിയിലാണ് സാങ്കേതികവിദ്യ പോകുന്നത്. ഇത് വായനയെ എങ്ങനെ മാറ്റും എന്നുള്ള ഒരു വലിയ ചിന്ത വായനക്കാരൻ എന്നതിൽ എനിക്കുണ്ട്. ഒരുപക്ഷെ വായനാ ലോകത്തിനുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വായന ഇപ്പം യതിയിൽ തന്നെയാണ് തുടങ്ങിയത്. യതി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് രാത്രിയിൽ ആരും കാണാതെ വന്ന് നോക്കാൻ എൻ്റെ ശവകുടീരത്തിന് അടുത്ത് ലൈബ്രറി വേണമെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വായനക്കാരൻ്റെ ഇഷ്ടമാണത്. ഞാൻ നേരത്തെ കൃഷ്ണനായർ പറഞ്ഞതുപോലെ വായനക്കാരൻ പിന്നെയും എൻ്റെ കാലശേഷം എന്ത് വായിക്കുമെന്ന് യതി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ പിന്നീട് വന്ന പുതിയ പുസ്തകങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുമായിരിക്കും. അപ്പോൾ ഈ ജെൻറ്റിൽ മാഡ്നസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ, മനുഷ്യൻ എന്ന രീതിയിൽ മറ്റു ജന്തുജാലങ്ങളിൽ നിന്നും സവിശേഷമായി മനുഷ്യന് കിട്ടിയൊരു സിദ്ധിയാണെന്നും അതിനെ ഗുണപരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോകത്ത് മെച്ചപ്പെട്ട മനുഷ്യനുണ്ടാക്കാൻ കഴിയുമെന്നും നമുക്ക് മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സദസ്സൊരുക്കിയതിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. உயிரின் நாதனே உலகின் நாதியே இருளின் வீதி திரியா நீ வரு